ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇന്നൊരു മിലനുണ്ട്, ലേഡീസ് മീറ്റിംഗ് ആണ്. അപ്പം അതിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും കാര്യങ്ങളും എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് ഞാനെടുത്ത് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങളെ ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് തന്നെയാണ് ഹാള്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടേക്ക് എല്ലാവരും വന്ന് ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ടത്. അപ്പം ഞങ്ങളിതാ എത്തിയപ്പോഴേക്ക് അവിടെ സെൽഫി പോയിൻ്റൊക്കെയാണ്, ആ ഫ്ലവർ ഡെക്കറേഷനൊക്കെ ചെയ്തില്ലേ അത് ഉള്ളത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു റിഫ്രഷ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ DG മാം വന്നു, വിളക്ക് തെളിയിച്ചു. വിളക്ക് തെളിയിക്കൽ അങ്ങനെ ഓരോരുത്തർ DG മാം എല്ലാവരും വന്ന് വിളക്കൊക്കെ തെളിയിച്ച് പിന്നെയാണ് ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്നത്. പിന്നെ അവിടെ ഒരു എന്താ പറയുക ഇതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അനൗൺസ് ചെയ്യണമൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. आज में पूरे मन दिल और खुशी से आज आपका है दिन, ये समा आपका, आज आपके लिए है हमारी हर दुआ, करते हैं आज हम आपका स्वागतम अपने पूरे मन दिल और खुशी से। आज आपका है दिन, ये समा आपका, आज आपके लिए है हमारी हर दुआ, करते हैं. പിന്നെ പ്രയറിന് ശേഷം പിന്നെ ഈ വേസ്റ്റായി നമ്മൾ സാരി വാങ്ങിക്കുമ്പം കിട്ടുമല്ലോ, സാരീൻ്റെ ആ ബോക്സിലൊരു വെള്ള പേപ്പർ. അപ്പോൾ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന പിന്നെ എന്താ ഗജറയില്ലേ, തലയിൽ വെക്കുന്ന പൂവ് പോലത്തെ അതുണ്ടാക്കുന്ന വീഡിയോ അത് കാണിച്ച് അതിൻ്റെ ഡെമോ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ഡാൻസ്, പിന്നെ എന്താ പറയുക ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് നമുക്ക് അതൊരു ബംഗാളി ഡാൻസ് ആട്ടോ അത് കളിക്കുന്നത്. പിന്നെ അതിൻ്റെ പാട്ടും നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം അതിൻ്റെ വീഡിയോ നല്ല പാട്ടിലായിരുന്നു കേട്ടോ അത് ചെയ്തത്, നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താ പറയുക മാമിൻ്റെ ഒരു സ്പീച്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഫാഷൻ ഷോ ഒക്കെ അതെല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരാട്ടോ. നമ്മളെ കേരള ഉണ്ട്, ബംഗാളിലുണ്ട്, ഒറീസ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഈ പ്രോഗ്രാം ഫാഷൻ ഷോയിൽ ഉണ്ടായിരുന്നത്. ഫാഷൻ ഷോയും അതിൻ്റെ കൂടെ ഡാൻസും പോലെ ഉണ്ടായിരുന്നു കേട്ടോ. अगला नंबर 1948 1948. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാഫിൾ ടിക്കറ്റിൻ്റെ ഒരു ഇതാട്ടോ, പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ 5 ടിക്കറ്റിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസൊക്കെ കിട്ടിയവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇതെൻ്റെ ഫ്രണ്ടും കൂടാണ്. അപ്പോൾ അവൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ അത്.
അപ്പോൾ എല്ലാവരോടും ആ ഗിഫ്റ്റ് കിട്ടിയ എന്താ പറയുക നമ്പറിലാണല്ലോ ടോക്കൺ നമ്പർ അനുസരിച്ച് അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് 5 പേർക്കായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ്. അപ്പോൾ 5 പേര് വന്നിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഡ്രസ്സിങ്ങിനുള്ള അവാർഡായിരുന്നു. അപ്പോൾ അതും ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഇതാണ്. The theme itself is so beautiful. The Guljista Sanskritika. So I can see all of you in traditional attires. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് ഡിജി മാമിൻ്റെ ഒരു ചെറിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതാ സെൽഫി പോയിന്റിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങളും അതിൻ്റെ ഇടയ്ക്ക് തിരക്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പം എല്ലാവരും അവിടെ ഫോട്ടോ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് അതിന് ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ട എല്ലാവരും തിരക്കില്ല. അപ്പം പിന്നെ ഫുഡ് നമുക്ക് പാക്കറ്റ് തന്നു വിടുക ചെയ്തത്. അപ്പം ഫുഡും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു.